അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ചിരാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടുതലായി പോവണ്ട, നമ്മൾ മസാലയിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് അത് പിടിക്കാനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതലാവേണ്ട, നാരങ്ങ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്, ചെമ്മീൻ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നാരങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. പിന്നെ അത് 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചെമ്മീൻ ഇതിലിട്ട് വറുത്ത് കോരണം കേട്ടോ. അപ്പോൾ വറുത്ത് കോരാൻ നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, എന്നാലും ഒരു മിതമായ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 തവണ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് കുക്കാകുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം തീ ഒരു ലോ ഫ്ലെയിമിൽ വേണ്ട, ഒരു പകുതിയിലൊക്കെ വെച്ചിട്ട് നോക്കണം കേട്ടോ. ഹൈ ഫ്ലെയിം ആയാൽ പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ചെമ്മീൻ വെന്ത് കിട്ടും കേട്ടോ. 2 പുറം നന്നായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചെമ്മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറുഭാഗം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി എടുക്കണം. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ടും കോരി മാറ്റാം. നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് പിന്നെ നമ്മൾ മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് കോരി മാറ്റണം കേട്ടോ. എല്ലാം കോരി മാറ്റാം. അപ്പോൾ പിന്നെ 2ാം തവണയും ഞാൻ ഇട്ടിട്ട് കോരി മാറ്റി കേട്ടോ. അപ്പോൾ 2 തവണ ഇടാനും ഞാൻ ഈ ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ചട്ടി ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടണം കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചിടുക. ഈ നമ്മൾ മീൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചിടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണോളം ചെറിയ ഉള്ളി, ഒരു 3-4 അല്ലി ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഒരു ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി കേട്ടോ. ഞാനൊരു 20-25ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിന് എപ്പോഴും ചെമ്മീനൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ നമ്മൾ ചെറുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. ചെറുള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വലിയ ഉള്ളി സവാള ചേർക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണേ, അതിൻ്റെ ഇതൊക്കെ പോയിട്ട് നന്നായിട്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടോ. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് മുളകും പൊടി, ഏത് മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ നമ്മുടെ കളറിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്ന് തക്കാളി ഒന്ന് വേവായി വരുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു തിള വന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഗരം മസാല. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടണം കേട്ടോ. അപ്പോൾ ആ നല്ല മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ഇവിടെ വിരുന്നുകാർ വന്നിരുന്നു. ഒരു കട കൂടെ മദീനയിൽ ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നിങ്ങളും ചെമ്മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.